എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ദിവസത്തെ വ്ളോഗാണ് ഇടുന്നത്. അപ്പോൾ രാവിലെ നമ്മളുടെ ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇന്ന് കുറച്ച് ബീഫൊക്കെ മേടിക്കാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. കാരണം വെള്ളിയാഴ്ച രാവിലെ റോജർ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുധനാഴ്ചയാണത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെ അവൻ പറഞ്ഞത് റിപ്പബ്ലിക് ഡേ കഴിഞ്ഞിട്ട് വരും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെയാണ് പോരണത്. അപ്പോൾ വ്യാഴാഴ്ച രാത്രി വണ്ടി കയറിയാൽ വെള്ളിയാഴ്ച എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബീഫൊക്കെ മേടിക്കാതെ നിവർത്തിയില്ല. കാരണം റോജറിന് അവിടെ ബീഫൊന്നും കിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് ബീഫൊക്കെ മേടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ജനുവരി 1 ക്രിസ്മസും ഒക്കെ ഒരുപാട് ബീഫ് കഴിച്ചുകൊണ്ട് തന്നെ ബീഫ് മേടിക്കാതെ ഇങ്ങനെ നിൽക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവ പറഞ്ഞ സ്ഥിതിക്ക് മേടിക്കാതെ പറ്റില്ല. അപ്പോൾ ഞാൻ 3 കിലോ ബീഫിന് ഓർഡർ കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പുട്ടും പഴമൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടിട്ടില്ല. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും 2 ദിവസത്തെ വീഡിയോ ഞാൻ മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വഴിയെ ഇങ്ങനെ കാണിക്കുമ്പോൾ പറയാം. അപ്പോൾ അതേ ബീഫൊക്കെ കൊണ്ടുവന്ന് കറക്റ്റ് തൂക്കത്തിലൊക്കെ തന്നെയാണ് എപ്പോഴും കൊണ്ടുവരണത് കേട്ടോ. എങ്കിലും ഞാനൊന്ന് തൂക്കി നോക്കും. അപ്പോൾ അങ്ങനെ 3 കിലോ ബീഫൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ പെരക്കകത്തെ കാര്യങ്ങൾ കുറച്ച് ക്ലീനിങ് ബാക്കിയുണ്ട്. അതുകൂടിയൊക്കെ ചെയ്ത് ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് പിന്നെ സമാധാനമായിട്ട് നിന്ന് ചെയ്യാൻ സാധിക്കുക. എന്നിട്ട് പിന്നെ ബീഫിലേക്ക് വേണ്ട കുറേ വെളുത്തുള്ളി, ഇഞ്ചിയും, പച്ചമുളകും, സവാളയും എല്ലാം ക്ലീൻ ചെയ്ത് എടുത്ത് പിന്നെ പപ്പടം എടുത്ത് കുറച്ച് സാധനങ്ങൾ നമ്മളുടെ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പപ്പടം എടുത്തും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റയൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ചിക്കൻ കറിയൊക്കെയാണ് അവന് വേണ്ടിയിട്ട് വെക്കുക. അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് ബീഫ് കുറച്ചധികം കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കറിയൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ മീനൊന്നും അങ്ങനെ വരണില്ല. ഷാജിയൊന്നും മീൻ എടുക്കണേ ഇല്ല. മീൻ എടുത്താൽ തന്നെയും പൊടിമീൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഞാനങ്ങനെ മേടിക്കാറില്ല. വെട്ടാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് എനിക്ക്. ഈ ചെറിയ ചെറിയ മീനുകളൊക്കെ വെട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചാള വെട്ടിയതിൻ്റെ ക്ഷീണം എനിക്ക് ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഇരുന്ന് വെട്ടലൊന്നും എനിക്ക് അത്ര ഒരു പറ്റാത്തൊരു കാര്യമാണ്. ഓടി നടന്ന് പണിയെടുക്കാൻ എളുപ്പമുള്ളൂ. ഇരുന്ന് ചെയ്യുന്ന കുറേ നേരം ഇരുന്ന് അങ്ങനെ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ മീനുകളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തട്ടിമുട്ടിയാണ് ഇത്രയും ദിവസം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പപ്പ സാധനങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ നമ്മളുടെ അരി തീർന്നിട്ടില്ല എങ്കിൽ തന്നെ ഞാൻ 25 കിലോ അരി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഉള്ള സമയത്ത് നമ്മൾ ചാക്കരി എടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ അരി ഇപ്പോൾ ഇരിക്കണ അരിയാണെങ്കിലും അത് കേടാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കാതെ അധികം ആളില്ലല്ലോ, അതുകൊണ്ട് കേടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുണികളൊക്കെ ഒന്ന് വിരിച്ച് 2 തുണി കഴുകാൻ ഇട്ടിട്ടുണ്ട് 2 തവണ. അതായത് പുതപ്പിടണമെങ്കിൽ നമുക്ക് അധികം ഇടാൻ പറ്റില്ല. അപ്പോൾ ഒരു പുതപ്പ് 2 പുതപ്പിൽ കൂടുതൽ ഇടാൻ പറ്റില്ല. പിന്നെ മറ്റുള്ള ഉടുക്കുന്ന ഡ്രസ്സുകൾ അടുത്ത ഒരു വാഷിങ്ങിനൊക്കെ ഇട്ടിട്ട് അങ്ങനെ 2 വാഷിങ് കഴിഞ്ഞ് തുണികളൊക്കെ അതിൻ്റെ ഇടയിൽ വിരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതല്ല, ബീഫ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഏറെക്കുറെ ഒരു 2 കിലോ ബീഫോളം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് കുറച്ച് ബീഫ് നമ്മുടെ റൂബിക്കും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബീഫാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് റൂബി കുഞ്ഞിന് അതൊന്ന് വേവിക്കാൻ വെച്ച് മഞ്ഞൾ മാത്രം ഇട്ടിട്ട്. അപ്പോൾ മറ്റേതിൻ്റെ അത് നമ്മൾ വഴറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. മസാലപ്പൊടികളെല്ലാം ഇട്ട് വഴറ്റിയിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി അത് തുറന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉരുളക്കിഴങ്ങും കൂടിയിട്ട് തുറന്ന് വെച്ച് വേവിക്കാം. അപ്പോൾ മസാലപ്പൊടികളെല്ലാം സാധാരണ പോലെ തന്നെ ഇത് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, അങ്ങനെ 6 പൊടികൾ ചേർത്ത് വഴറ്റി നല്ല ഒരുവിധം പച്ചമണമൊക്കെ മാറിയിട്ടാണ് നമ്മൾ ബീഫ് പച്ച ഇട്ടിട്ട് പിന്നെ അത് ഇളക്കി മൂടി വെച്ചതായിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് അങ്ങനെ പപ്പ സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അവിടെ വെക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം അവിടെ വെച്ചു. അപ്പോൾ പപ്പക്ക് തന്നെ എല്ലാം നോക്കണം മേടിച്ച സാധനങ്ങൾ എല്ലാം ഉണ്ടാന്നൊക്കെ. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ നോക്കി. സാധനങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും പപ്പ വന്നിട്ട് പപ്പയും കൂടി ചെക്ക് ചെയ്യും കേട്ടോ. പപ്പ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പപ്പക്ക് സമാധാനമുള്ളൂ. അങ്ങനെ സാധനങ്ങളെല്ലാം ബിരിയാണി റൈസൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ബിരിയാണി റൈസും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അങ്ങനെ ബീഫ് നോക്കിയപ്പോൾ നല്ല പരുവത്തിൽ വെന്തിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഉരുളക്കിഴങ്ങ് മാത്രം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് അത് സാവധാനം അതിനകത്ത് ആ ഉരുളക്കിഴങ്ങ് കിടന്ന് വെന്ത് നല്ല ഒരു കറക്റ്റ് ആ വെള്ളം വറ്റുന്ന നേരം കൊണ്ട് അപ്പോൾ ആ ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടും. പിന്നെ ഒന്ന് വെള്ളം വറ്റിക്കാനൊന്നും ഇടണ്ട. ഉരുളക്കിഴങ്ങിട്ട് വെക്കുമ്പോൾ കുക്കറിൽ ഇങ്ങനെ വഴറ്റി വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വിന്താലുമാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത്
വെള്ളം വറ്റിക്കണം, നമ്മൾ വെറുതെ ഇട്ടിട്ട് വെള്ളം വറ്റിക്കണം. ഇതാകുമ്പോൾ ഉരുളക്കിഴങ്ങ് വേകുന്ന കൂട്ടത്തിൽ ആ വെള്ളവും ആവശ്യത്തിന് വറ്റി എല്ലാം നല്ല പാകത്തിന് കിട്ടും. പിന്നെ ഇത്തിരി ക്യാബേജ് തോരൻ കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മോര് ചാറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെന്നെങ്കിലും നേരം പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ ജോലികൾ, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കാനും എടുക്കാനൊക്കെ ഉണ്ടാകുന്നില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് എപ്പോഴും അത് വെക്കണ ഒരു സമയം വലിയൊരു ബുദ്ധിമുട്ടാണ്. എല്ലാം വേണ്ട പോലെയൊക്കെ പാക്ക് ചെയ്തും വെക്കേണ്ട എല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ വെക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്ര വലിയ ഒരു പിന്നെ എനിക്ക് ചെയ്യാനുള്ള മൂഡ് പോയിട്ടുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മോര് ചാറും കൂടിയിട്ട് ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നും നടന്നില്ല. അപ്പോൾ ക്യാബേജ് തോരന് വേണ്ടിയിട്ട് മിക്സിയിൽ തേങ്ങയും പെരിഞ്ജീരകവും പിന്നെ വെളുത്തുള്ളിയും കൂടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ളതാണ് എപ്പോഴും ഇഷ്ടം. ഒട്ടും സമയമില്ലെങ്കിൽ മാത്രമാണ് ഞാൻ തേങ്ങ ചിരണ്ടി പിടിക്ക് ഇതിനകത്തേക്ക് ഇടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ചതച്ചെടുത്ത തേങ്ങ ഇടാനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഒരു ഇത്തിരി ക്യാരറ്റ് കൂടിയിട്ട് ഒരു കളർ കിട്ടാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഒരു കുത്തുകുത്തായിട്ട് കിടക്കട്ടെ എന്ന് വെച്ച് ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവൻ വരുമ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ഒന്ന് കട്ട് ചെയ്തത് നേരത്തെ തന്നെ വെച്ചേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇനി വെറുതെ ഇരുന്ന് വാടിപ്പോണ്ടല്ലോ എന്ന് വെച്ച് കട്ട് ചെയ്ത് അത് നേരെ വെച്ച് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ അതുണ്ടാക്കാം. അപ്പോൾ റോജർ ഒരാഴ്ചത്തേക്കാണ് വരണമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ അമ്മമാർ ഒതുക്കുമല്ല, അവർക്കോരോ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ അമ്മമാർ ഒരുക്കും. പിന്നെ പണ്ട് പപ്പ ഇങ്ങനെ കുട്ടികളൊക്കെ നമ്മളുടെ കൂടെ ചെറിയ കുട്ടികളായ സമയത്തൊക്കെ പപ്പ ഷിപ്പിൽ നിന്ന് വരുന്ന ആ സമയം ഏകദേശം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഉണക്കച്ചെമ്മീൻ ഒരു ഉണക്കച്ചെമ്മീൻ കിള്ളി വൃത്തിയാക്കി വെക്കും ഞാൻ. കാരണം പപ്പയ്ക്ക് ഉണക്കച്ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പപ്പയ്ക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ തന്നെ ഇരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഉണക്കച്ചെമ്മീൻ കിള്ളട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഉണക്കച്ചെമ്മീൻ വറുക്കണ്ടെന്നേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉണക്കച്ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം വെക്കും. അതുപോലെ തന്നെ കുടൽ കറി ഭയങ്കര ഇഷ്ടമാണ്, പശുവിൻ്റെ കുടൽ. അപ്പോൾ ആ കുടൽ കറി ഉണ്ടാക്കി ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ടാകും ഞാൻ. അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ പപ്പ എൻ്റെ കൂടെയുള്ള സമയത്ത് അങ്ങനെയൊക്കെ ഒരുപാട് ടൈം എടുത്ത് പാചകം ചെയ്താലൊന്നും പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്രീസറിലൊക്കെ കയറ്റിയൊക്കെ വെച്ചേക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പണ്ടത്തെ കാര്യം പെട്ടെന്ന് അങ്ങനെ ഓർത്തു പോയിട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഊണൊക്കെ എടുത്ത് അപ്പോൾ റയൻ പറയും മമ്മി മോര് ചാറ് കൂടി വേണ്ടിയെന്ന്. ഞാൻ പറഞ്ഞു എടാ എനിക്കും തോന്നി, പക്ഷേ എനിക്ക് പറ്റിയില്ല, കുറേ ജോലികളുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഞാനവിടെ കിടക്കിയിരിക്കുക ഒന്നും ചെയ്തില്ല, നേരെ മുകളിലേക്ക് വന്നേക്കണേണ്. ഇനിയിപ്പോൾ റോജറിൻ്റെ റൂമെല്ലാം ഒന്ന് പൊടി തട്ടി നീറ്റാക്കി തുടച്ച് ബെഡ്ഷീറ്റെല്ലാം മാറ്റി അവന് വേണ്ട സാധനങ്ങളെല്ലാം താഴെ നിന്ന് മുകളിൽ കൊണ്ടുവന്ന് വെച്ച് കുളിക്കാനൊക്കെയുള്ള തല തുടക്കാനുള്ളതും ഒക്കെ പിന്നെ സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വേഗം തീരും, പക്ഷേ ഇതൊക്കെ ചെയ്യാൻ ഒരിത്തിരി ടൈം വേണം. അപ്പോൾ ഏതായാലും ഇപ്പുറത്തെ മുറിയിലെ ഷീറ്റുകളും എല്ലാം ഒന്നങ്ങോട്ട് മാറ്റി ഇവിടെ പപ്പയുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ഇവിടെ ഇട്ടേക്കണം കേട്ടോ. പപ്പ ഇവിടെ നിന്ന് കുളി ഡ്രസ്സ് മാറ്റവും എല്ലാം ചെയ്യും കേട്ടോ. എല്ലാവർക്കും താഴെയുള്ള ഞാൻ കിടക്കുന്ന റൂമിലെ കുളിമുറിയിൽ കയറാനാണ് എല്ലാവർക്കും ഇഷ്ടം. അവസാനം ഞാൻ ദേഷ്യപ്പെട്ട് എല്ലാത്തിനും ഓടിക്കുക ചെയ്യണം. കാരണം ഞാൻ ഈ മുറിയിലിരുന്നിട്ടാണ് എൻ്റെ മുറിയിലിരുന്നിട്ട് വോയിസ് ഉറക്കം കൊടുക്കണം. അപ്പോൾ രാവിലെ എല്ലാവരും കൂടി കുളിക്കാനും എടുക്കാനും ഒക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് വലിയ ശല്യമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആർക്കും നമ്മളുടെ കുളിമുറി കൊടുക്കാത്ത. എങ്കിലും റിച്ചാർഡ് എൻ്റെ താഴെയുള്ള കുളിമുറിയിലേക്ക് കയറുള്ളൂ കേട്ടോ. റയനും അത് തന്നെ, രണ്ടാൾക്കും മോളിൽ പോകണ ഇഷ്ടമല്ല. റോജറിൻ്റെതായ മുറി എല്ലാം ഉണ്ട്, അവൻ അവിടെ പോയിക്കോളും. അങ്ങനെ എല്ലാ കാര്യങ്ങളുമൊക്കെ ഒന്ന് ഒതുക്കി പുറത്തേക്ക് വന്നൊന്ന് കാഴ്ചയും കണ്ടിട്ടാണ് ഇങ്ങനെ കയറുമ്പോഴാണ് ഈ മോളിൽ നിന്നിട്ട് ഇങ്ങനെ പുറത്തേക്കൊന്നൊക്കെ നോക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ മോളിൽ നിന്ന് കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് താഴേക്ക് പോകുന്നത്. അപ്പോൾ റൂബി കുഞ്ഞിനെ റയൻ പോക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മുകളിലേക്ക്. അപ്പോൾ റൂബി കുഞ്ഞും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. റയൻ എന്നിട്ട് താഴേക്ക് പോയി. ഇനി താഴേക്ക് ചെന്നിട്ട് റയൻ്റെ മുറിയിലെ ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ നമ്മളുടെ റോജറിന് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ടേബിളിൽ ആ ഒരു ഷീറ്റ് ഇട്ടിട്ടില്ലേ, അത് മാറ്റിയിട്ട് ഇത് പുതിയ ഷീറ്റാണ് ഇട്ടേക്കണത്. ഒരേ ഷീറ്റ് തന്നെയാണ്, പക്ഷേ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് വലുതായതുകൊണ്ട്. അപ്പോൾ അതെല്ലാം പപ്പ മാറ്റി ഈ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് പുതിയ ഷീറ്റാണ് ഇട്ടേക്കണത്. പഴയ ഷീറ്റ് താഴേക്ക് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അത് നമ്മളുടെ പാത്രങ്ങൾ വെക്കുന്നതിൻ്റെ അടിഭാഗത്ത് ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ നേരെ താഴെ വന്ന് ഇനിയിപ്പോൾ റയൻ്റെ ഈ ഷീറ്റെല്ലാം ഒന്ന് മാറ്റണം. അപ്പോൾ റയൻ തൊപ്പിയൊക്കെ എടുത്ത് പുറത്തേക്ക് സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കണം കേട്ടോ. കാരണം റയനിങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിക്കായിട്ട് കപ്പലിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര കഥപ്പായിരിക്കുള്ളൂ. ഒത്തിരി
അതായത് ഒരുപാട് നിലപ്പൊക്കങ്ങളിലേക്ക് ഓടി ഇറങ്ങി ഒക്കെ 100 വട്ടം ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് കതച്ചു പോകും. അപ്പോൾ അത് ആ കഥപ്പുണ്ടാവാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് വെറുതെ ഇരുന്നാലും നമ്മളത് ചെയ്യണം. ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് കഥപ്പില്ലാതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ നടക്കുന്നതും അതൊക്കെ തന്നെ. നമ്മൾ ഒരു ഇത്തിരി നടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കഥക്കും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നടക്കുകയും എന്തെങ്കിലും ഒരു വർക്കൗട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഥപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ലൈറ്റ് ഒന്ന് കാണിച്ചു തന്നാണ് മമ്മി. ഈ ലൈറ്റ് ഓർമ്മയുണ്ടാകുന്നത്. സാധാരണ ഇപ്പോൾ ആ ലൈറ്റ് ഇടാറില്ല. അത് റിച്ചാർഡാണ് ഈ ലൈറ്റൊക്കെ മാറ്റിയിടുന്നത്. ഇനിയിപ്പോൾ റിച്ചാർഡിൻ്റെ വിവാഹം കഴിയുമ്പോൾ റിച്ചാർഡ് മുകളിലേക്കാണ് പോകുക കേട്ടോ. ഇനി അവിടെ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നും ഇല്ലല്ലോ. അപ്പം മുകളിലിപ്പോൾ റോജർ കിടക്കുന്ന റൂമില്ലേ, ആ റൂമിലേക്കായിരിക്കുള്ളൂ റിച്ചാർഡ് പോകുന്നത്. അവിടെ അത് അറ്റാച്ച്ഡ് ബാത്റൂമും അതുപോലെ നല്ല സൗകര്യമുള്ളൊരു റൂമാണ്. മുകളിലൊക്കെ ഇരുന്ന് കാഴ്ചകൾ കാണാനും ഒക്കെ സൗകര്യം അത് തന്നെയാണ്. അപ്പോൾ റോജർ അവിടെ കിടക്കുമെന്നുള്ള ഒരു കാര്യമില്ലായിരുന്നു ചോദിക്കും. നമ്മൾക്ക് വേറെ റൂംസ് മുകളിലുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിലും കിടക്കാം, താഴെ വേണമെന്നുണ്ടെങ്കിലും കിടക്കാം, എങ്ങനെ വേണമെങ്കിലും കിടക്കാം, കുഴപ്പമില്ല. റോജർ നാട്ടിലുണ്ടാവുകയല്ലേ കുറവായിരിക്കുള്ളൂ, അതുകൊണ്ട് ഇടയ്ക്കല്ലേ വരിക, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ തലേദിവസം ചെയ്ത കാര്യമാണ്. ഇതിൻ്റെ തലേദിവസം എന്ന് പറയുമ്പോൾ ബുധനാഴ്ച. ഇപ്പം നമ്മൾ കാണിച്ചത് വ്യാഴാഴ്ചത്തെ വീഡിയോ, അപ്പോൾ ബുധനാഴ്ചത്തെ വീഡിയോ ആണിത്. അപ്പം ഞാൻ ഇന്ന് ഒരു അധികം ജോലികൾ ചെയ്യാതിരുന്നൊരു ദിവസമാണ്. ഇന്നിപ്പം ഞാൻ ആകെ ചെയ്തത് ഒരു പഫ്സ് ഉണ്ടാക്കി. എനിക്കെന്തോ പഫ്സ് ഉണ്ടാക്കണമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു. നമ്മൾ നേരത്തെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ അടുക്കള ചാനലിലും പഫ്സിൻ്റെ പേസ്റ്റ് എല്ലാം അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാക്കി ഞാൻ ഇട്ടേക്കണം വീഡിയോ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കണത് ഒരു വലിയ ദുരിതമാണ്, ചിലവുമാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ വളരെ ലാഭവുമാണ്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തിരി ബുദ്ധിമുട്ടായാലും പൈസ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് വലിയൊരു സംഭവമാണ്. ഞാൻ പറയാറില്ലേ, എനിക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞാൻ നമ്മുടെ മിക്സറിനെ വെറുതെ വിടാറില്ല. എപ്പോഴും മിക്സർ ഇപ്പം മാറ്റാതെ അവിടെ തന്നെ ഉണ്ട്. എന്ത് വന്നാലും മിക്സറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണേണ്. കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട് അത്. അതുകൊണ്ട് തന്നെ മാറ്റാതെ അവിടെ വെച്ചേക്കണേ. അപ്പോൾ ഇല്ലേ, ഇന്നത്തെ ഈ ഒരു മൈദയും ഉപ്പും കൂടിയാണ് കേട്ടോ, വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മളത് കുഴച്ചെടുക്കണം, ചപ്പാത്തി പോലെ. കുറച്ചും കൂടി സോഫ്റ്റായിട്ട് ഇത്തിരി കൂടി വെള്ളം ചേർത്ത് കുഴക്കണമായിരുന്നെന്ന് ഇത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇത്തിരി ലൂസായിട്ട്. പിന്നെ ഞാൻ ഏതായാലും സാരില്ല, ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് നൈസായിട്ട് പരത്തിയിട്ട് അതിന്മേൽ ഒരു പാക്കറ്റ് അങ്ങനെ തന്നെ ബട്ടർ ഇട്ടിട്ട് അത് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫ്രിഡ്ജിലാണ് വേഗം വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു ബട്ടറില്ലേ, അത് നല്ല ഹാർഡായിട്ട് വരണം. എന്നിട്ടാണ് വീണ്ടും നമ്മൾ പരത്തി വീണ്ടും ഫോൾഡ് ചെയ്ത് വീണ്ടും കയറ്റണം. അങ്ങനെ ഒരു 4-5 തവണ ആവർത്തിക്കുമ്പോഴാണ് അതുമേൽ ലെയറായിട്ട് ആ ഒരു പഫ് പേസ്ട്രി വരണത്. അപ്പോൾ ഇന്നത്തേത് ഇത്തിരി ഹാർഡായിപ്പോയി, അതുകൊണ്ട് തന്നെ പരത്താൻ നല്ല പണിയായിരുന്നു. അങ്ങനെ അത് ഫസ്റ്റ് ഞാൻ കുഴച്ചത് കയറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇനി അതൊന്ന് സെറ്റായിട്ട് വേണം പിന്നെയും പരത്തി മടക്കി കയറ്റാൻ. അപ്പോൾ റായിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് മുട്ട ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 4 മുട്ടയുണ്ട്. അതിൽ ഒരെണ്ണം ഇതിൻ്റെ മീതയിൽ പരട്ടാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എഗ് വാഷ് ചെയ്യണം പഫ്സിൻ്റെ മീതയിൽ. ബാക്കി 3 മുട്ട എടുത്തിട്ട് എഗ് പഫ്സാണ് ഉണ്ടാക്കണം. അപ്പോൾ റായിൻ്റെ അടുത്ത് പറഞ്ഞാൽ അതൊന്ന് ബോയിൽ ചെയ്തെടുത്തോ എന്നും പറഞ്ഞിട്ട് അതങ്ങനെ എഗ് ബോയിലറിൻ്റെ അകത്തേക്ക് വെച്ച് അതവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്തിരി പൊടി ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്, ഇതെന്തെങ്കിലും അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. അങ്ങനെ അതൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ ഞാനിത് പരത്താൻ തുടങ്ങി. പക്ഷേ ഭയങ്കര ഹാർഡാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത്തിരി ലൂസായിട്ടുള്ള ഒരു ബാറ്റർ മതിയായിരുന്നെന്ന് തോന്നി. അപ്പോൾ ഇത്തിരി ബട്ടർ ഇങ്ങനെ ചാടി പുറത്തേക്ക് പോകുന്നു. കാരണം എനിക്ക് ഇത്തിരി ക്ഷമ കുറവുണ്ട്, തിരക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് ഒരുവിധം സെറ്റായതാണ് ഞാൻ പുറത്തേക്ക് എടുത്ത്. അപ്പോൾ നല്ലതായിട്ട് സെറ്റായി കഴിഞ്ഞാലേ ഇത് ചാടി പുറത്തേക്ക് വരാതിരിക്കുള്ളൂ ബട്ടർ. അപ്പോൾ ഈ ബട്ടറിൻ്റെ ലെയറുകൾ ഉള്ളിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓൺ ചെയ്തെന്ന് വിചാരിച്ചു, പക്ഷേ വീഡിയോ ഓൺ ആയിട്ടുണ്ടാകുന്നില്ല. അതുകൊണ്ട് കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കുള്ളൊരു മസാല, ഇത് നമ്മൾ സാധാരണ മുട്ട റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഒരു മസാലയാണ് കേട്ടോ. മുട്ട റോസ്റ്റ് നല്ല ഡാർക്ക് ബ്രൗൺ കളറിലിരിക്കുന്ന മുട്ട റോസ്റ്റ് ഇല്ലേ, കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ, അതിൻ്റെ ആ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി, ഇത് അടിപൊളി റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇരുമ്പിൻ്റെ പാത്രം എന്തെങ്കിലും ആണെങ്കിലാണ് അത് നല്ലത്. എപ്പോഴും മറ്റുള്ള അലൂമിനിയം അല്ലെങ്കിൽ
നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കിയാൽ അത്ര പെർഫെക്റ്റ് ആയില്ല. ഇതുപോലെ ഇരുമ്പിൻ്റെ പാത്രത്തിൽ നമ്മൾ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്നിച്ച് തന്നെ എണ്ണ മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് എണ്ണയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് മൂടി വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ സാവധാനം അതൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് തുറന്നിട്ടിട്ട് നോക്കാം. അത് മൂടി വെച്ച് കഴിഞ്ഞാൽ സാവധാനം അത് അവിടെ ഇരുന്ന് ഈ ഡാർക്ക് കളറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഏറ്റവും നല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ട പഫ്സൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ അകത്തിരിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ മുട്ട റോസ്റ്റ് ഉണ്ടാക്കണ പോലെ തന്നെ. അപ്പോൾ അത് അങ്ങനെ ഇരുന്നിട്ട് അവിടെ സാവധാനം ആകുന്നുണ്ട്. ആ സമയത്ത് ഞാനിത് പരത്തി എടുത്ത് വെച്ച് അങ്ങനെ കുറേ പ്രാവശ്യം എടുത്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറെക്കുറെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അടിക്കൊന്നും പിടിക്കൂല കേട്ടോ ഇരുമ്പിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആകപ്പാട് ഞാൻ ചേർത്തേക്കണത് ഇത്തിരി മുളക് പൊടിയും ഗരം മസാലയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും മാത്രമാണ് കേട്ടോ. വേറെ കുരുമുളക്, മല്ലിപ്പൊടി ഇതൊന്നും വേണ്ട. ആ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി നല്ല ടേസ്റ്റുള്ള ഒരു മിക്സാണ്. ഇത്തിരി മല്ലിയിലയും കൂടി. അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി. ഇനി മുട്ടയും കൂടി ഒന്ന് മുറിച്ച് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇടണം. അപ്പം ഞാൻ അരമണിക്കൂറാണ് സാധാരണ പ്രീ ഹീറ്റ് ചെയ്യണത്. ഓട്ടോ പ്രീ ഹീറ്റ് ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ അത് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സാവധാനം പരത്തി മുറിച്ച് ഇത് ഫില്ല് ചെയ്ത് എഗ് വാഷ് ചെയ്തൊക്കെ എടുക്കാനുള്ള ടൈമുണ്ട്. ആ സമയം കൊണ്ടേ അത് ആയി വരുള്ളൂ, പ്രീ ഹീറ്റ് ചെയ്യണത് തീരുള്ളൂ. അങ്ങനെ ഇത് നല്ല കട്ടിയിലായിരിക്കണത് കേട്ടോ. അപ്പം നൈസായിട്ട്, അതായത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പെർഫെക്ഷനിൽ കിട്ടും. ഇത് ഞാൻ പറഞ്ഞതിന് വെള്ളം കുറഞ്ഞു പോയി മാവിൻ്റെ. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തൊന്നും വീഡിയോ ഓണാക്കാൻ മറന്നു. എങ്കിലും നമ്മൾ സൈഡ് അങ്ങോട്ട് സൈഡ് കട്ട് ചെയ്ത് മാറ്റണം, എന്നാലേ ആ ലെയർ വരുള്ളൂ. എല്ലാ ചുറ്റും 4 വശവും കട്ട് ചെയ്ത് മാറ്റിയാലേ ലെയർ വരുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് ഫോൾഡായി പോവും. അപ്പോൾ ലെയർ ഉള്ളിലായി പോവും. അങ്ങനെ കട്ട് ചെയ്ത് 6 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മുട്ട പഫ്സ് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 4 വശത്തു നിന്നും നടുക്കിലേക്കല്ലേ മടക്കി വെക്കുക. ഞാനിപ്പോൾ ഏതായാലും ഇങ്ങനെ ചെയ്ത്, കാരണം കടയിലെന്ന് പറയുമ്പോഴത്തേക്കും ഏത് പഫ്സാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ പല പല ഷേപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഷേപ്പ് കാണുമ്പോൾ ഇത് മുട്ട പഫ്സാണ്, മറ്റേത് ചിക്കൻ പഫ്സാണ്, മറ്റേത് മീറ്റ് പഫ്സാണ് എന്നൊക്കെ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് പല പല ഷേപ്പിലാക്കി വെക്കണത്. ഇതിപ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെക്കാം. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള ഷേപ്പ് ഇതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത്, ഇതാണ് എളുപ്പം. അങ്ങനെ കുറച്ചൊരു 1/4 ഇഞ്ച് കനത്തിൽ ആ പഫ് പേസ്ട്രി ഉണ്ടായാലാണ് നല്ല ലെയർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും മടക്കണമെന്നും അർത്ഥം. അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചപ്പോഴാണ് ഇതായത്. കാരണം ഇത് കൂടുതലുണ്ടായിരുന്നല്ലോ, എണ്ണം കൂടി, പിന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുമുണ്ട്. അപ്പോൾ അരമണിക്കൂർ ആദ്യം ഞാനൊരു 15 മിനിറ്റ് ഇട്ട്, പിന്നെ ഒരു 15 മിനിറ്റ് കൂടി ഇട്ട്, എന്നിട്ടാണ് ആയി വന്നത്. അപ്പോൾ എഗ്ഗിൻ്റെ ആ ഒരു യോക്ക് മാത്രമാണ് അതിൻ്റെ മീതയിൽ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു യെല്ലോ കളറിലിരിക്കും. അപ്പോൾ അത് ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് ഞാൻ അപ്പോൾ നോക്കുമ്പോൾ കുറച്ചുകൂടി അടിവശത്താകാനുണ്ട്. മേൽവശം ഓക്കെ ആണെങ്കിലും അടിവശം കുറച്ചുകൂടി ആകാനുണ്ട്. അങ്ങനെ വീണ്ടും 15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ കിട്ടിയേക്കണം. അപ്പോൾ എൻ്റെ ഇത് ഹാർഡായതുകൊണ്ട് തന്നെയും ലെയർ ഭയങ്കര അതിനനുസരിച്ച് തിക്നെസ് ഉള്ള ലെയറാണ് വന്നേക്കണത്. അപ്പോൾ നല്ല നൈസായിട്ടുള്ള ലെയർ വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊക്കെ നേരത്തെ ചെയ്ത് അടുക്കള ചാനൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു പഫ് പേസ്ട്രിയുടെയൊക്കെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. അന്ന് നമ്മൾ വിചാരിച്ച പോലെ നൈസായിട്ടൊക്കെ പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. ഇതൊരിക്കലും വീട്ടിലുണ്ടാക്കി കഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ നമ്മൾക്കൊരു ഇഷ്ടമാണ് ചെയ്യാൻ, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ റൂബിയില്ലേ, ഒരു പഫ്സിൻ്റെ ആ പുറംതൊലി കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തതും കൊടുത്തിട്ട് പിന്നെ അവിടെ വെച്ച് നിർത്തി. അതാണ് ആ കണ്ടത്. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞിട്ടില്ലേ, ഈ പഫ്സൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പള്ളിയിൽ പോകണി കാണണം. ഞാൻ പറയൂലേ, ഞങ്ങൾ പോകുന്ന വഴി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇടവപ്പള്ളിയിലാണ് കേട്ടോ. ഈ ഇടവഴി കൂടിയാണ് നമ്മൾ പോണത്. മെയിൻ റോഡ് ഉണ്ട്, എങ്കിലും വാഹനങ്ങളുടെ ഒരു തിരക്കുള്ളതുകൊണ്ട് ഞാൻ ഈ ഇടവഴി കയറിയേ പോവുള്ളൂ. അപ്പോൾ അത് ഈ വഴിയുടെ അറ്റത്ത് ലെഫ്റ്റ് സൈഡിൽ പബ്ലിക് ടാപ്പ് ഉണ്ട്. അവിടെ വെച്ചാണ് എന്നെ ഒരു മാനസിക രോഗി ഓടിച്ചിട്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, വെളുപ്പിന് 5:30 മാസിന് പോയപ്പോൾ. ആ വഴിയാണ് ഈ വഴി. ഇരുട്ടായിരിക്കുള്ളൂ, ആരും തന്നെ വഴിയിലും ഉണ്ടാവില്ല. എങ്കിലും ഭയങ്കര ധൈര്യമാണ്, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരണത്. അങ്ങനെ അവിടെ വെച്ചാണ് എന്നെ ഓടിച്ചിട്ടത്. എങ്ങനെ ഓടിയതേ ഇവിടെ കൂടി ഓടി ഞാൻ പള്ളിയിൽ പോയ സ്ഥിതി എപ്പോഴും ഓർക്കും ഞാൻ.
അന്നൊക്കെ കുട്ടികൾ സൺഡേ ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെളുപ്പിനെ തന്നെ കുർബാനക്ക് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വെളുപ്പിൻ്റെ കുർബാനൊക്കെ പണി. ഇപ്പോൾ ഈ പള്ളിയിൽ വെളുപ്പിൻ്റെ കുർബാന നിർത്തലാക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പള്ളി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കൊടി കയറി പെരുന്നാളിൻ്റെ കൊടി കയറുന്ന ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഗ്രോട്ടോയിലിരിക്കുന്ന മാതാവില്ലേ, ആ മാതാവ് നമ്മളുടെ വീട്ടിൽ ഒരു ദിവസം രാത്രി മൊത്തത്തിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് നമ്മളുടെ വ്ളോഗിൽ കണ്ടിട്ടില്ലേ, ആ മാതാവിനെയാണ് അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഗ്രോട്ട് പള്ളിയുടെ പുറകു വശത്താണ് ഉള്ളത്. ഞാൻ സൈഡ് ഗേറ്റിൽ കൂടിയിട്ടാണ് പള്ളി കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറിയത്. കാരണം ഞങ്ങൾ ഈ ഇടവഴി കയറി വരുന്നതുകൊണ്ട് തന്നെ ആ ഗേറ്റിൽ കൂടി കയറാനാണ് എളുപ്പം. അല്ലെന്നുണ്ടെങ്കിൽ മെയിൻ റോഡിലേക്ക് ചുറ്റിക്കറങ്ങി ചെന്നിട്ട് വേണം മെയിൻ എൻട്രൻസ് വഴി പള്ളിക്കകത്ത് കയറാനായിട്ട്. അപ്പോൾ സൈഡ് വഴിയാണ് കയറിയത്. അങ്ങനെ 6:30 മണിയായപ്പോൾ പോയ ഞാനൊരു 8:30 കഴിഞ്ഞ് 9 മണിയോടുകൂടി അടുത്താണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോൾ ദേ റൂബി എന്നെയും കാത്തിവിടെ ഇരിക്കണേ. പിന്നെ അവളെ കുറേ നേരമൊക്കെ കൊഞ്ചിച്ച്. പിന്നെ ഇനി കാണിക്കണത് നമ്മളുടെ ആദ്യം തുടങ്ങിയ ദിവസത്തെ വീഡിയോ ഇല്ലേ, വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. വ്യാഴാഴ്ച അപ്പം നമ്മൾ ഉച്ചക്ക് ബീഫ് കറി, ക്യാബേജ് തോരൻ, ചോറെല്ലാം കഴിച്ചില്ലേ. അപ്പോൾ പഴയ ചോറായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ ചോറ് ബാക്കിയുണ്ടായിരുന്നു. കാരണം തലേദിവസം ഈ പഫ്സ് കഴിച്ചതുകൊണ്ട് തന്നെ രാത്രി ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും. അതുകൊണ്ട് ചോറ് ബാക്കിയുള്ളതുകൊണ്ട് ഉച്ചക്ക് നമുക്ക് കഴിക്കാൻ ചോറുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാത്രി ഞാൻ ചോദിച്ചു ചോറ് വെക്കണം ചപ്പാത്തി വെക്കണം, കാരണം ബീഫ് കറി ഉണ്ടല്ലോ. അപ്പോൾ റയൻ വേഗം പറഞ്ഞു ചപ്പാത്തി മതി. അപ്പോൾ ഏതായാലും പിന്നെ നമുക്കിതിന് ഉപയോഗിക്കാമല്ല. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ വേഗം ചപ്പാത്തി മാവും കുഴച്ചെടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കി. ഇനിയിപ്പോൾ ചപ്പാത്തിയും ബീഫ് കറിയും കൂടി കഴിച്ചിട്ട് ബാക്കിയുള്ള ബീഫ് കുറച്ചധികം ഞാൻ വെച്ചെന്ന് പറഞ്ഞില്ല. കാരണം പിറ്റേന്ന് രാവിലെ റോജർ എത്തുമ്പോൾ ബീഫ് കറിയും പുട്ടും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവന് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് ബീഫ് കറിയും പുട്ടും. അപ്പോൾ അതുകൊണ്ട് അതിനും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഏറെക്കുറെ 2 കിലോയോളം ബീഫിൻ്റെ കറി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ചപ്പാത്തി മാവിനും അധികം ഇത്തിരി വെള്ളം കുറവായിരുന്നു. എങ്കിലും സാരമില്ല, ചപ്പാത്തി വേഗം ചുട്ടെടുക്കുക. പരത്താനും ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും ചപ്പാത്തി പെട്ടെന്ന് വെന്ത് വരും വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ. ഗ്യാസ് ലാഭമാണല്ലോ എന്ന് ചോദിച്ചാൽ അന്നേ പിന്നെ അങ്ങനെ അങ്ങോട്ട് പരത്തിയെടുക്കാമെന്ന് ചോദിച്ചാൽ. അപ്പോൾ റയൻ പുറത്തേക്ക് നടക്കാനല്ല സൈക്കിള് ചവിട്ടാൻ പോയത് കണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ എത്തിയിട്ടില്ല. എങ്കിലും അവനുണ്ടെങ്കിൽ അവനിത് ചെയ്തു തരും കേട്ടോ, ചപ്പാത്തി ചുട്ട് തരും. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചേട്ടാ. അങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി ബാക്കിയുള്ള കറി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ് ആ ഒരു ബൗളിൽ എടുത്ത് വെച്ചേക്കണത്. കുറച്ചധികം ഉണ്ട്. ആ വലിയ ബൗളാണത്. ആ വലിയ ബൗളിൽ 3/4 കൂടുതൽ കറിയുണ്ട്. ഇന്നിപ്പോൾ രാത്രി ഇനി കഴിക്കാനുള്ള അത്രയും മാത്രമേ ഞാൻ ആ കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളൂ. ഇനി ആ കഴിക്കണ സമയത്ത് ആ കുക്കറിൻ്റെ അകത്തുള്ള ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. റയനാണെന്നുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങിട്ട കറി അത്ര വലിയ ഇഷ്ടമല്ല. എങ്കിലും ഇന്നത്തെ കറി ഭയങ്കര ടേസ്റ്റാണ് പറഞ്ഞിട്ട് കഴിച്ച് അത്രയും ഇഷ്ടപ്പെട്ട്. നല്ല ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിക്ക്. അപ്പോൾ ഇന്നത്തെ കറി നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ നടക്കാൻ ഇറങ്ങി. അപ്പോൾ നടക്കുന്ന സമയത്ത് പപ്പയും റൂബിയും ഇവിടെ വന്നിരിക്കും കേട്ടോ. പപ്പ എനിക്ക് കാവലായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. റൂബിയും നോക്കിയിരിക്കും, എന്നെ നോക്കിയിരിക്കും. അവൾക്കും വലിയ സന്തോഷമാണ്, പുറത്തിറങ്ങിയിരിക്കണത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്, കുഴപ്പമില്ല. അപ്പം ഞാൻ 3/4 മണിക്കൂറാണ് നടക്കണം കേട്ടോ. കുറഞ്ഞത് 3/4 മണിക്കൂർ നമ്മൾ നടക്കണം, എന്നാലേ നമ്മളുടെ ആ ഒരു ഹാർട്ട് ഒക്കെ പമ്പ് ചെയ്ത് അങ്ങോട്ട് ആ ഒരു സമയം ആകുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ പമ്പിങ് ഒന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ നടപ്പ് നിർത്തി വന്നിട്ട് യാതൊരു ഗുണമില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയണത്. അപ്പോൾ അതുകൊണ്ട് 3/4 മണിക്കൂർ എന്തായാലും നടക്കണം. നടപ്പ് കഴിഞ്ഞ് പ്രയർ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഡിന്നർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്